എന്റെ ഏട്ടന്റെ പൂർണ്ണ സമ്മതമില്ലാതെ ഈ കല്യാണം നടക്കില്ല. അയ്യയുടെ മനമേ, എന്നിട്ട് വേണം നിനക്കെന്നെ തല തന്നെ അലടി കുരുപ്പേ. നിന്നെ എത്ര പെട്ടെന്ന് കെട്ടിച്ചു വിട്ടാൽ മതി എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാ അവളുടെ ഒരു ഡയലോഗ്. മര്യാദ കേട്ടിപ്പോക്കണം. ഇത് കണ്ടോ? എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഒരു നിമിഷം, ഒരൊറ്റ നിമിഷം എന്റെ മക്കൾ നന്നായി തെറ്റിദ്ധരിച്ചു പോയി. ഹരിയേട്ടാ, ദേ ഈ പ്ലേറ്റ് ഒന്ന് പിടിച്ചേ. എന്റെ പൊന്നു വാസു, ഇതൊക്കെ കൊടുത്ത് നടക്കാൻ ഭയങ്കര പാടാ. നിനക്ക് വേറെ എന്തെങ്കിലും ഇട്ടാ പോരെ? പറ്റില്ലേടാ, എന്റെ കൊച്ചിന്റെ ആദ്യത്തെ അവസാനത്തെ പെണ്ണാറില്ല. അപ്പൊ ഞാൻ സാരി തന്നെ കൊടുക്കും. എനിക്ക് എന്തിന്റെ ഏടായിരുന്നു എന്തോ. വേടാ, എനിക്ക് പേടിയാകടാ. പേടിക്കണം. നിന്നേക്കാൾ മൂത്ത ഞാൻ നിൽക്കുമ്പോ കെട്ടാൻ പോണം. നീ പേടിക്കണം. ഈ സാധനത്തിന്റെ വരുമാന ടവലും കുത്തിക്കരിക്കും. ഓ, നമുക്ക് മരണവേദന, മക്കൾക്ക് വീണവായന. അല്ലെങ്കിൽ ഈ വീണ വായിക്കുന്ന സമയത്ത് നിങ്ങളാണ് ചാകാൻ പോകാൻ പറഞ്ഞത്. ഞാനിവിടുത്തെ ശരിയാവില്ല. ഞാൻ താഴേക്ക് പോവാ. വിഷയം എന്താ ടെൻഷൻ? ഇറ്റ്സ് ക്വസ്റ്റ് നാച്ചുറൽ, യു നോ. ഓടാ, ആ സംഭവങ്ങൾക്കൊക്കെ ശേഷം അതിനൊന്നും സംസാരിച്ചിട്ട് പോകില്ല. അവളെങ്ങാനും എന്നെ റിജക്ട് ചെയ്യും എന്നാ മാസാകും. എന്നെ പൊന്നു ചോദിച്ചു, നീ തന്നെയാണ് അവളെ 3 വർഷം പ്രേമിച്ചത്. എന്താടാ നിനക്കൊരു സംശയം? അല്ല, അവളുടെ മുമ്പിൽ ചെല്ലാനുള്ള പേടി കണ്ട് ചോദിച്ചതാ. എന്റെ പൊന്നളിയ, ഈ ഒരാഴ്ച കൊണ്ട് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. പിന്നെ അതിന്റെ പിണക്കം നീ വിചാരിച്ചാൽ തീരാവുന്നേ ഉള്ളൂ. എങ്ങനെ കരഞ്ഞ കാലം വീഴും. പൊട്ടനാണേലും അവൻ പറഞ്ഞതിന് കാര്യമുണ്ട്. അമ്മ, ഞാൻ വരുവാ. ആ, വാസു വിളിക്കുന്നു. വാ, താഴേക്ക് വാ. അപ്പൊ അളിയ, ഓൾ ദി ബെസ്റ്റ്. പോവാച്ചാ? ആ, പോവാ. കുഞ്ഞിയുടെ ഫ്ലൈറ്റ് എപ്പോഴാ? രാത്രി കയറിയതല്ലേ, എത്താൻ ടൈമായി. നമ്മൾ എയർപോർട്ടിൽ എത്തുമ്പോ കറക്റ്റ് ആയിക്കോളും. നമുക്ക് പോണ വഴി കുഞ്ഞി എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാം. കുഞ്ഞിക്ക് ഇവിടെ വന്ന് റെസ്റ്റ് എടുത്താ പോലെ. ഒന്നാമതായി ക്ഷീണിച്ച പറയണേ. ഇനി അങ്ങോട്ടും കൂടെ വന്ന് കൊച്ചാകെ അങ്ങ് പാടുവന്നേ. എന്റെ പൊന്നു ഹരിയേട്ടാ, നിങ്ങളുടെ സൽപുത്രിയോട് ഞാൻ 100 വട്ടം പറഞ്ഞ ആദ്യം കാണാൻ പിന്നെ പോയാൽ മതി എന്ന് കേക്കണ്ടേ? അതെങ്ങനെയാ നിങ്ങളുടെ അല്ലേ സന്താനം? എനിക്ക് ആകെയുള്ള ഒരേ ഒരു ചേട്ടായുടെ പെണ്ണ് കാണാൻ ഞാൻ വരണ്ടേത്. പിന്നെ ഞാൻ എന്ത് പറയാനാ? ഞാനൊന്നും പറയാൻ പോയില്ല. ഈ പെണ്ണിനെ കൊണ്ട്. കവി, പിള്ളേരുടെ അവരും എത്താറായിട്ടോ? വാവാ മുറിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. പപ്പു ദേ ഫോണും വിളിച്ചൊന്ന് മോളിലോട്ട് പോണോട്ട്. കൊച്ചെന്തെങ്കിലും കഴിച്ചോടി? ഓ, ഞാനവിടെ നിർബന്ധിച്ച് കൊടുത്തിട്ടുണ്ട്. ഓ, ഈ കല്യാണത്തോടെ എല്ലാം ശരിയായി മതിയായിരുന്നു. ഒക്കെ ശരിയായിക്കോളൂന്നേ, ചേട്ടൻ പേടിക്കാതിരിക്കും. വരൂ വരൂ, അകത്തേക്ക് കയറിയിരിക്കാം. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഇല്ലടാ, അവനോടൊപ്പം അവൻ ഉണ്ടാവില്ലല്ലോ. അത് പറഞ്ഞപ്പോഴാ മോനെവിടെ? അവൻ കാറ് വാക്കിയിട്ട് വരാന്ന് പറഞ്ഞു. കൂടെ അവളും പോയി. അവളും. ഓ, അത് പറയാൻ ഞങ്ങളത് വിട്ടുപോയതല്ലേ. ശ്രേയസിനെ കൂടാതെ ഞങ്ങൾക്കൊരു മോളൂടെ ഉണ്ട്, സാൽവി. ആഹാ, എന്നിട്ട് അങ്ങനെ ആളെ പറ്റി ആരും പറഞ്ഞു കേട്ടില്ലല്ലോ. ആള് നാട്ടിലില്ലായിരുന്നേ, ഇന്നാ വന്നത്. അപ്പോ മോൾ എവിടെയാ പഠിക്കണേ? അവളെ ന്യൂയോർക്കില് മെഡിസിൻ പഠിക്കുക. ഇനി ഒരു ഇയർ കൂടിയുള്ളൂ. ആഹാ, അപ്പൊ കൊച്ചു ഡോക്ടറാണല്ലേ? ഒന്നും പറയണ കവി. അവൾക്ക് നീറ്റ് എഴുതി ഇവിടെ കിട്ടിയതല്ലേ. പക്ഷെ പുറത്തു പോയി പഠിക്കണമെന്ന് ഒരേ വാശി. വീട്ടിൽ നിന്ന് ഹരിയേട്ടനും. പിന്നെ ഒറ്റക്കാലം നിന്ന് സമരം ചെയ്ത ഹരിയേട്ടനെ കൊണ്ട് സമ്മതിപ്പിച്ചത്. വാശിക്ക് വീടുള്ളവർക്ക് ഒട്ടും പറയലില്ല. പിള്ളേർക്കൊക്കെ ഇപ്പൊ എബ്രോഡ് പോയി പഠിക്കണമെന്ന് മാത്രം ഉള്ളന്നേ. വാഴക്ക് പിന്നെ സ്കോളർഷിപ്പ് കിട്ടിയപ്പോ വിടാതിരിക്കാൻ പറ്റിയതല്ലോ. എന്റെ പൊന്നാദി, നീയൊന്നും അടങ്ങും. നിനക്ക് താല്പര്യം പിന്നെ എന്തിനാ ഒന്ന് സമ്മതിക്കാൻ നിന്നേ? പിന്നെ ഞാൻ എന്ത് വേണമെന്ന്? ചോര വാർത്ത് എന്റെ പാപ നിലത്ത് കിടന്നത് ഇപ്പോഴും എന്റെ കണ്ണിലുണ്ട്. ആ സമയത്ത് അങ്ങനെ ചെയ്യാൻ എനിക്ക് തോന്നിയത്. നീ പേടിക്കുന്ന പോലെ ഒന്നും ഉണ്ടാകില്ലടാ. എനിക്ക് അവൻ അത്ര വിശ്വാസം പോരാ. ഓ, ഇവൻ എടാ, സംഗതി ശ്രേയസായിട്ട് നമ്മൾ വഴക്കാണ്, അത് സത്യ. പക്ഷെ സ്ത്രീ വിഷയത്തിൽ അവൻ പക്ക ഡീസന്റ് ആണ്. അതെ, ഇത് മറ്റേ നിന്റെ കസിൻ അതിലായിരുന്നെ ഞങ്ങൾ അതിന് തെറിയഭിഷേകം നടത്തിയേ. ഇത് ശ്രേയസാണ്. നീയൊക്കെ എന്റെ ഫ്രണ്ട്സാണോ അതോ അവന്റെ ഫ്രണ്ട്സാണോ? അവൾ എന്റെ പെങ്ങളല്ലേ. നിനക്കൊന്നും എന്റെ വിഷമം പറയാൻ മനസ്സിലാവില്ല. അത് ശരി, എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യും. ലെവലൊരു പെങ്ങളല്ലേ, അവളെ നീ ഒന്ന് കേട്ട്. അപ്പൊ പിന്നെ പ്രശ്നം തീർന്നില്ലേ? തടി എന്റെ പൊന്നെ, എന്റെ ആദ്യം ഇങ്ങനൊന്നും അമറല്ലേ. എന്റെ ഫോൺ ഇപ്പൊ തെറിച്ചു പോയല്ലേ. പിന്നെ അല്ലാണ്ട് ദേഷ്യം വരൂലേ? മനുഷ്യരുടെ മുടി തീപിടിച്ച് നിൽക്കുമ്പോഴാ അവരെ കല്യാണാലോചന. സോറിയുടെ മോനെ, നീ ക്ഷമി. എടാ, എനിക്ക് പേടിയാവുന്നു. ഓ,
ഇവനെ കൊണ്ട് നാന്റെ വീട് ഞാൻ പോണു. എന്റെ പൊന്നാദി, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ലടാ. എടാ എന്നാലും കുഞ്ഞി ഇവിടെ ആ വാസു ഇതാ ഞാൻ വരുന്നു. நீ போட்டாய் கோலம் போட்டவ கைகள் மாறி അച്ഛടാ എന്ത് ക്യൂട്ടാടാ കണ്ണാ നിന്നെ കാണാൻ. എന്താ നിന്റെ പേര്? ഞാൻ സണ്ണി. അയ്യോടാ കുഞ്ഞി ഇങ്ങ് പാ. എന്റെ വാസു അവളവിടെ നിന്നോട്ടെ. ആന്നേ, കൊച്ചു വീടൊക്കെ ചുറ്റി കാണൂലേ, കണ്ടോട്ടെന്നെ. കവി അവളെ കാണാൻ നിന്ന അതിന്റെ പുറകെ പോവും. അതാന്നേ ഇനി ചെന്നിട്ട് ഇഷ്ടം പോലെ പണിയുണ്ട്. ഇവൾ ഇങ്ങനെ നിന്നാ അതൊന്നും നടക്കൂടെന്നേ. ആ വാസു ദേ വരണു. ഡാ ആദി, നീ അവിടെ ഇരുന്നു. ഏ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നിങ്ങളെ വെച്ച് എനിക്ക് ചെറിയ പണിയുണ്ട്. ദേ ആദി, ചുമ്മാ എടുത്ത് ആടി ഓരോന്നും ചെയ്തിട്ട് അവസാനം പണി വന്ന് കൂട്ടരുത്. അത് തന്നെ, നീ എന്ത് ചെയ്യാൻ പോവാ പറയാടാ. നിങ്ങൾ വെച്ചോ, ഞാനൊന്ന് സെറ്റ് ആകട്ടെ. ശരിയെന്നാ. ഞാൻ പോട്ടെടാ കൂട്ടാ. ബാസ് എന്നെ വിളിക്കുന്നു. ചെല്ലട്ടെ കേട്ടോ. ഉമ്മ നമുക്ക് ഇനിയും കാണാട്ടോ. ഡോ, വിടടാ. മിണ്ടിപ്പോരുത്. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണ്ട്. അത് കഴിയാൻ ഞാൻ നിന്നെ വിടില്ല. ഞാനിത്ര പാമ്പറേക്കണേ വിടടോ. എന്നാ മോൾ ഇവിടെ കിടന്ന് അലറിയാലും ആരും വരാൻ പോകില്ല. ബിക്കോസ് ഈ റൂം സൗണ്ട് പ്രൂഫാ. താര എന്താണ് ഉദ്ദേശം? പറയാം, ഞാനത് അതിഥിയുടെ വ്രതം. എനിക്ക് എന്താണ് വേണ്ടേ? നിന്നെ എന്നാ ഈ മാരേജ് നടക്കുന്നെങ്കിൽ നീ എന്റെ കൂടെ നിൽക്കണം. നിന്നേ പറ്റൂ. എനിക്കെന്താ വട്ടാണോ? വഴി കൂടെ പോണവരെ പിടിച്ച് കൂടെ നിൽക്കണമെന്ന് പറയാനായിട്ട്? വട്ടാകും. പറഞ്ഞുറപ്പിച്ച കല്യാണം മുടങ്ങുമ്പോ എല്ലാവർക്കും വട്ടാകും. എന്തേ, നിനക്കത് കാണണം? നിന്റെ പ്രശ്നം എന്താ? പരസ്പരം മനസ്സിലാക്കി അത്ര ഇഷ്ടപ്പെടുന്ന അവരുടെ സന്തോഷം തകർത്തിട്ട് തനിക്ക് എന്താ കിട്ടണേ? സ്നേഹം. നിന്റെ ഏട്ടൻ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി വിരിച്ച വഴിയിൽ എന്റെ പവ പെട്ടുപോയതാ. അവളോട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിന്റെ ചേട്ടനോട് കംപ്ലീറ്റ്ലി മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചേക്കാം. ഡോ, അനാവശ്യ മരണമുണ്ടത്. അങ്ങനെ ഒരു പ്രതികാരത്തിനാണ് ശ്രേയസ് കഥ എന്നെ അതായിരുന്നു. എന്റെ ചേട്ടായി ഒരേ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. ആക്ട്രസ് നോക്കാതെ തന്റെ പെങ്ങളെ കയറി പ്രേമിച്ചെന്നുള്ള ഒറ്റ തെറ്റ്. നാളെ പറഞ്ഞ് വാക്കിലാക്കാൻ അനീതിയൊട്ടും മോശമല്ല. ഡോ, ഞാനിവിടെ നിനക്ക് ചോദിച്ചു വെക്കും. ഒന്നെങ്കിൽ നിന്റെ ചേട്ടൻ ലൈഫ്, അല്ലെങ്കിൽ ഈ കളിക്ക് നീ എന്റെ കൂടെ നിന്നേ പറ്റൂ. എടോ, എന്റെ ചേട്ടായിയുടെ ലൈഫ് എന്ന് പറയുമ്പോ അതിൽ തന്നെ അനിയത്തിന്റെ ലൈഫ് കൂടെ വരും. ഐ ഡോണ്ട് കെയർ. എന്റെ ഭാവി എനിക്ക് ഇതിന് രക്ഷിച്ചേ പറ്റൂ. അതിന് ഏതറ്റം വരെ ഞാൻ പോകും. അവളെ കൊല്ലാക്കൊല ചെയ്തിട്ടും നിനക്കൊന്നും മതിയായില്ലല്ലേ? ഇനിയും നിനക്കൊക്കെ കളിക്കാൻ വേണ്ടി ഞാൻ അവളെ വിട്ടു തരില്ല. എടോ, യെസ് ഓർ നോ, അത്ര അറിഞ്ഞാൽ മതി എനിക്ക്. അതു 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 I'm sorry. അതു നീ എനിക്ക് തുറന്ന് പൊട്ടിച്ചോ. പക്ഷെ ഞാൻ മിണ്ടാതിരിക്കില്ലേ. ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ഞാൻ എത്ര തവണ വിളിച്ചു, മെസ്സേജ് ഇട്ടു, ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ തോന്നി നിനക്ക്? അപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥ നീ ചിന്തിച്ചോ? I'm really sorry. I felt as your better half, isn't it? നീ എന്നെ വേണ്ടാന്ന് വെക്കുമെന്നോത്ത് എനിക്ക് ആകെ വട്ടായി പോയി. നിനക്ക് വിളിക്കാൻ എനിക്ക് പേടിയായിരുന്നത്. പക്ഷെ അപ്പോഴൊന്നും നിന്റെ അവസ്ഥ ഞാൻ ചിന്തിച്ചില്ല. I feel ashamed of myself. അങ്ങനെ ഞാൻ വേണ്ടെന്ന് നോക്കാൻ എനിക്ക് പറ്റുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? നീ ഇല്ലാത്തൊരു ഫ്യൂച്ചർ ഞാൻ ഈ നിമിഷം വരെ സ്വപ്നത്തിൽ കണ്ടിട്ടില്ല. അതു പോടാ, എന്നോട് വേണ്ടല്ല. നീ ആ ഫോൺ ഓഫാക്കി വല്ല കാശിക്ക് പോയിക്കോ. അങ്ങനെയാണോ? ആ, അങ്ങനെയാണ്. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ കൊല്ലും ഞാൻ. ഇനി ഇമാതിരി പരിപാടി കാണിക്കോ? അമ്മച്ചിയെ കാണിക്കൂല. ഇനി ഫോൺ എടുക്കാതിരിക്കോ? ടോയ്ലറ്റിലാണെ പോലും എടുത്തിരിക്കും. നെക്സ്റ്റ് പക്ക. എന്നാ ഇനി കാശിക്ക് പോയി സന്യാസിയാ വേണ്ട. പിന്നെ എന്നെ കെട്ടി എന്റെ പിള്ളേരുടെ അച്ഛനായിക്കോ. അതൊരു മികച്ച ഇതാണ്.
ആ കാണാനില്ലായിരുന്നല്ലോ. ഇത് എവിടെയായിരുന്നു മാഷെ? ഞാനൊരു കോളിലായിരുന്നു നിങ്ങളെ. ബാദി വന്നിരിക്കും. മോനിനി എന്താ ചെയ്യാൻ പോണേ? കോളേജ് എന്തായാലും ക്ലോസ് ചെയ്യാറായല്ലോ. ഇനി അച്ഛന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യണം. അതാ ഇപ്പൊ വിചാരിച്ചിരിക്കുന്നത്. ആഹാ, കിച്ചു ഹരിയേട്ടന്റെ കൂടെ ജോയിൻ ചെയ്തെന്ന് വെച്ചിരിക്കുക. വാസു നമുക്ക് ഇറങ്ങണ്ടേ? കിച്ചു പോരുമായിരിക്കും. ആ, ഈ പെണ്ണ് വന്നില്ലല്ലോ. കുഞ്ഞി കുഞ്ഞി. ആ വാസു. ഷുഗർ മര്യാദക്ക് എന്റെ കൂടെ വന്നോണം. അപ്പൊ ഇതല്ല ഷുഗർ നീ പറഞ്ഞത് ഈ നേട്ടന്റെ പെണ്ണ് കാണുന്നു പോവാന്ന്. ആദി, നിനക്കെങ്ങനെ സാന്നി മോൾ അറിയാം? അമ്മ ഇത് ഷുഗർ. ഉപ്സ് സോറി സാബി. ഞങ്ങള് 1 year റിലേഷൻഷിപ്പിലാണ്. അതിനവളൊന്ന് നാട്ടിലേക്ക് വന്നല്ലേ ഉള്ളൂ. എന്റെ ആന്റി ഞങ്ങള് സോഷ്യൽ മീഡിയ വഴി അടുത്തതാ. സോ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നേ. എന്നിട്ട് സാന്നി മോൾ എന്താ പന്തം കണ്ട പെരിച്ചാലി പോലെ നിൽക്കണേ? അതിനെ പ്രതീക്ഷിക്കാതെ എന്നോട് കണ്ടതുണ്ടാവും അല്ലേ ഷുഗർ? അതെ, എനിക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. അതന്നെ എനിക്ക് പ്രേമിക്കാൻ പാടില്ലേ. ഇവിടെ ബാക്കിയുള്ളവർക്ക് സീക്രട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായ ആഹാ, നമുക്കാവുമ്പോ ഓഹോ, ഇതൊക്കെ വൻ ചീപ്പാണമ്മ. ദാ, യു എന്നാലും ഇത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ പാടാ. ഇതെന്ത് കഷ്ടമാ. ഒരു വീട്ടിൽ 2 പേർക്ക് 2 നിയമവും. ഇനി ഞാനും വെയും കട്ട് ചെയ്യണോ നിങ്ങളെ വിശ്വസിപ്പിക്കാൻ? എന്റെ ഷുഗറിന് വേണ്ടി ഞാൻ അത് ചെയ്യും. അല്ല, എന്നിട്ട് എന്റെ മോന്റെ ഉദ്ദേശം എന്താ? സിമ്പിൾ. അതുകൊണ്ട് മാനേജറിനോട് ഞങ്ങളുടെ മാനേജ്. അല്ല, അവള് കുഞ്ഞല്ലേ? എന്റെ അങ്ങളെ, എന്റെ ഷുഗറിന് ഒരു കുഞ്ഞങ്ങ് പ്രായമായി. ഡാടാ സോറി അച്ഛാ, എന്നൊരു ആവേശത്തിൽ പറഞ്ഞു പോയതാ. വാസു, നിങ്ങൾ ഇവൻ പറയുന്ന കാര്യാക്കണ്ട. നിങ്ങൾക്ക് തെളിവല്ലേ വേണ്ട? അത് കാണിച്ച വിശ്വാസമാകുമോ? ആ, ഇന്നാ കാണും. ഇതിപ്പോ ഷുഗർ മറന്നോ? ഇത് നമ്മുടെ ഫസ്റ്റ് ഡേറ്റിന് പുറപ്പ് എടുത്തല്ലേ? നീ ന്യൂയോർക്കിൽ പോയോ കൊച്ചിനെ ഡേറ്റിന് കൊണ്ടുപോയി? എന്റെ അച്ഛ, അവൾ 6 മാസം മുമ്പ് നാട്ടിൽ വന്നായിരുന്നു. അപ്പോഴല്ലേ ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗ്. ആണോ വാസു? ആ, അവള് നാട്ടില് വന്നായിരുന്നു. കണ്ടോ? എന്നാലും മോളെ, മോൾ ഇവൻ പറയുന്ന കാര്യാക്കണ്ട. സത്യം ഈ ആന്റിയോട് പറ. അത് ആദ്യം പറഞ്ഞ സത്യം. ഞങ്ങൾ 1 year റിലേഷൻഷിപ്പില്ല. ഞങ്ങൾ കല്യാണം കഴിക്കാം. കേട്ടല്ലോ, എന്റെ ഷുഗർ വാ തുറന്ന് പറഞ്ഞത് നിങ്ങൾ എല്ലാരും കേട്ടല്ലോ. ഇനി ഇതിൽ കൂടുതൽ എന്ത് തെളിവാ വേണ്ടത്? ഞങ്ങൾക്കൊന്ന് സംസാരിക്കണം. എന്നതാ? നിന്നോടല്ല വാസു, ഹരിയേട്ടാ വാ. നിങ്ങൾ 4 പേരും കൂടി ഇങ്ങോട്ടാ. ആ, അപ്പൊ നീ പറഞ്ഞില്ലേ അനിയത്തിയുടെ സീക്രട്ട് പേഴ്സണിനെ കുറിച്ച്? ബോയ് ഫ്രണ്ടോ? ആദർമോനും കുഞ്ഞിയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നത്രേ. വാട്ട്? എന്തൊക്കെ നോൺസെൻസാ നിങ്ങൾ ഈ പറയുന്നേ? അത് ചേട്ടായി പുഞ്ഞാര അനിയത്തിയോട് ചോദിക്കും. എനിക്കാരോടും ചോദിക്കാനൊന്നുമില്ല. അവളുടെ കാര്യം എനിക്ക് നന്നായി അറിയാവുന്നതാ. എന്നാ അവിടെ നിനക്ക് തെറ്റി. കുഞ്ഞി ഇത് സമ്മതിച്ചു. കുഞ്ഞി, എന്ത് ഡ്രാമ ഇവിടെ നിൽക്കുന്നേ? ചേട്ടായി, ഡ്രാമയോ? ഒരാളെ സ്നേഹിക്കുന്ന ഡ്രാമയാണോ അളിയ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് എന്താ? ഡാ, കിച്ചു, ഇത് നീ അവളെ മെക്കിട്ട് കയറാൻ നിൽക്കരുത്. കുഞ്ഞി സമ്മതിച്ച കാര്യമാ. ഇപ്പൊ ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് മതി ബാക്കി. ഏട്ടാ, ഞാൻ സംസാരിക്കാവുന്നത്. I will handle this, okay? ഹലോ അളിയ, ഈ നട്സ് പോയ ഹോബിയുടെ പോലെ ആകെ മൊത്തം ഷോവാണല്ലോ. ഡാ, പതുക്കെ. അവിടെ എന്റെ മാത്രമല്ല നിന്റെയും പാരന്റ്സ് ഉണ്ട്. അതർ, നിന്റെ ഉദ്ദേശം എന്താ? അപ്പൊ അകത്തൊന്ന് പറഞ്ഞൊന്നും പ്രതന്ത്രിലേക്ക് മനസ്സിലായില്ലേ? ഞാനും ചാമ്പ്യൻ തമ്മിൽ ഇഷ്ടത്തില്ല. ട്രൂ ലവ് കേട്ടില്ലേ? ക്രാപ്പ്. നിന്റെ ഈ ബുൾഷിറ്റ് അകത്തുള്ള ആ പാവങ്ങളെ വിശ്വസിക്കായിരിക്കും, ബട്ട് നോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് മീ. വാവ്, ഇൻട്രസ്റ്റിംഗ്. നീ എന്റെ പെങ്ങൾ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അത് റിയൽ, ഞാൻ പറയുമ്പോൾ ഫേക്ക്. അതർ, നീ വിചാരിക്കും പോലല്ല. ഐ എം ഡാം സീരിയസ് അബൌട്ട് അത്. അല്ലാതെ ഒരു വാശിപ്പുറത്ത്. സെയിം ഗോസ് വിത്ത് മീ. ഞാനും സാരോടെ കാട്ടി 10% സീരിയസ് ആണ്. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്റെ പെങ്ങളുടെ ലൈഫ് വെച്ച് കളിക്കാൻ ഞാനില്ല. വാട്ട് ആൻ ആനി. നീ ഇപ്പോ കടന്നു പോകുന്ന അതേ സിറ്റുവേഷനില്ല ഞാനിപ്പോ കടന്നു പോകുന്നത്. എനിക്ക് നിന്നെ വിശ്വസിക്കാമെങ്കിൽ പിന്നെ നിനക്ക് എന്തുകൊണ്ട് പറ്റില്ല? സോ ദാറ്റ് ഇറ്റ്. ഇത് നിന്ന് നീ പിന്മാറുന്ന ഉറപ്പാണ്. ഈ അതർ ജയശങ്കറിന്റെ ലൈഫിൽ ഒരു പെണ്ണുണ്ട്.
അത് സാൻവി ഹരികൃഷ്ണൻ മാത്രമാണ്. ഇൻ യുവർ ഡ്രീംസ് എന്റെ ആദുവിന്റെ മാരേജ് നടക്കാനല്ലേ എന്റെ പെങ്ങളെ ഞാൻ ബലി കഴിക്കേണ്ടത്? അത് വേണ്ട, ഐ എം ബാക്കിംഗ് ഓഫ്. വാട്ട്? എന്റെ കുഞ്ഞെ നിനക്ക് തട്ടിക്കളിക്കിട്ട് തന്നിട്ട് ആദുവിന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ ഒരിക്കലും എന്നെ കൂടെ പറ്റില്ല. അപ്പോ ഇത്രയേ ഉള്ളൂ ശ്രേയസിന്റെ അൺകണ്ടീഷണൽ ലവ്. ചേച്ചേ, നിനക്ക് വേണ്ടി സ്വയം ജീവൻ അവസാനിപ്പിക്കുന്ന എന്റെ വാവ അപ്പൊ ആരാടാ? വെറും മണ്ടി. എനിക്ക് ആദ്യം തൊട്ട് അറിയായിരുന്നു നീ കാണിക്കുന്ന സ്നേഹമൊക്കെ അഭിനയമാണെന്ന്. പാവന്റെ കുഞ്ഞ്, നിന്റെ ട്രാപ്പ് പെട്ടുപോയതാ. ചെയ്തു നിർത്തടാ. എന്റെ ജീവൻ അതിരി അവളെ എനിക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വന്നിട്ടുള്ളേ അത് നീ ഒറ്റ കാരണവാ. സ്നേഹിച്ചതാ ഞങ്ങൾ ഒത്തിരി, ഒരുമിച്ചുള്ള ജീവിതം കുറെ സ്വപ്നം കണ്ടതാ. പക്ഷെ അതിനു വേണ്ടി ഒന്നും അറിയാത്ത എന്റെ കുഞ്ഞിയുടെ ലൈഫ് അത് തകർക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഈ വിവാഹം നടക്കില്ല. ഏട്ടായി, കുഞ്ഞി പോന, നമുക്കിത് വേണ്ടടാ. എനിക്കറിയാം ഇവൻ നിന്നെ എന്തോ പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് നീ സമ്മതിച്ചത്. നിന്നെ ഇവന് തട്ടിക്കളിക്കുന്നത് നോക്കി നിനക്ക് എനിക്ക് പറ്റില്ലടാ. വാ നമുക്ക് പോവാം. നമുക്ക് ഇന്ന് അച്ഛനോടും മാസനോടും സത്യം പറഞ്ഞ് വീട്ടിലേക്ക് പോവാം. കുഞ്ഞി, ഞങ്ങൾ നമ്മൾ ഇഷ്ടപ്പെട്ട ചേട്ടായി. എനിക്ക് ആദ്യമില്ലാതെ പറ്റില്ല. കുഞ്ഞി, ചേട്ടാ ഇതിന് സമ്മതിച്ചില്ലേ അതിനെ കണ്ടതുപോലെ ചേട്ടായിക്ക് എന്നെ കാണേണ്ടി വരും. ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ? I hate you. but I love you, sugar. നമ്മൾ വിചാരിക്കാതെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. അതെ, വാസു, നീ എന്നോട് ചോദിച്ചത് ഇപ്പൊ ഞാൻ നിന്നോട് ചോദിക്കാം. എനിക്ക് തന്നൂടേടി നിന്റെ മോളെ. ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. സത്യത്തിൽ സാൻവി മോളെ കണ്ടപ്പോ തൊട്ട് ആദ്യക്ക് വേണ്ടി ഞാൻ അവളെ ചോദിക്കണ്ടിരുന്നയാ. ഇപ്പൊ ഇങ്ങനൊക്കെ ആയില്ലേ. കവി, നിന്റെ അടുത്തേക്ക് അവളെ വിടുന്നതിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ ഞങ്ങള് വീട്ടിൽ പോയി മോളോടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അതെ, ഹരി പറയുന്നതിന് കാര്യമുണ്ട്. നിങ്ങളൊന്ന് മോളോട് നന്നായി സംസാരിക്കും, എന്നിട്ട് നമുക്ക് വിശദമായി സംസാരിക്കാം. സത്യത്തിൽ കഴിഞ്ഞ ദിവസം ശ്രേയസ് മോനും ഒരു പെങ്ങളുണ്ടെന്ന് ഒക്കെ പറഞ്ഞെങ്കിലും അത് വല്ല കസിനാവുന്ന കരുതിയത്, സ്വന്തം അനിയത്തിയാന്ന് വിചാരിച്ചില്ല. അത് മോള് നേരത്തെ പോയല്ല. ഇനി ലീവിന് വന്നാൽ തന്നെ ഫുൾ ടൈം അവള് കിച്ചന്റെ കൂടെയാവും. ആദ്യമോന്റെ കാര്യം കുഞ്ഞി കിച്ചനോട് പോലും പറഞ്ഞില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ പേടിച്ചിട്ടാവും വാസു. ഇനി വല്ല വഴക്ക് പറഞ്ഞാലോ അങ്ങനെ എന്തെങ്കിലും ആകുന്നേ. അങ്ങനല്ല കവി, അവൾ എന്തുണ്ടെങ്കിലും ആദ്യം പറയുന്നത് കിച്ചനോടാ. അത് കഴിഞ്ഞ് ഞങ്ങൾ പോലും പറയും. ചിലപ്പോ കുറച്ചുകൂടെ കഴിഞ്ഞ് പറയാനിരുന്ന വല്ലതാകും. ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ, മോളോട് സംസാരിച്ചിട്ട് ഞാൻ വിളിക്കാം. ശരിയെന്നാ. ചേട്ടാ, ആടി കേറുവാ. നിന്റെ മൗനവ്രതമൊക്കെ മാറിയോ? ഏട്ടാ ഏട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയൂ. സാൻവിയുടെ കാര്യല്ലേ? ഏട്ടന് ശരിക്കും അവളെ ഇഷ്ടമാണോ? ചേടാ, ഇതെന്താ പാട്? എനിക്കൊരാളെ ഇഷ്ടപ്പെടാൻ പാടില്ലേ? അങ്ങനെ അല്ലടാ ചേട്ടാ, നിനക്ക് അവളെ ശരിക്കും ഇഷ്ടല്ലേ? ഇച്ചനോടുള്ള വാശിക്കൊന്നും അല്ലല്ലോ അവളെ കെട്ടാൻ പോണേ, ആണോ? അതെടി, അവനോടുള്ള വാശിക്ക ഞാൻ അവളെ കെട്ടാൻ പോണത്. ഞാൻ അവളെ കണ്ടിട്ട് പോലില്ല. ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്ന പോലെ ഇവിടെ വെച്ച. ഏട്ടാ, എന്റെ ആദു, നീ ഇത്ര പൊട്ടിയാണോ? പോടാ. പിന്നല്ലാണ്ട് ഞാനൊരു തമാശ പറഞ്ഞ. എനിക്ക് പ്രാന്തല്ലേ കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു പെണ്ണിനെ കയറി കെട്ടാൻ. ഞങ്ങൾ ഇൻസ്റ്റ വഴി പരിചയപ്പെട്ടതാ. വളരെ അൺഎക്സ്പെക്ടഡ് ആയി എനിക്ക് സജഷൻ വന്നൊരു അക്കൗണ്ട്. പിന്നെ എപ്പോഴും ഒരു മ്യൂസിക് റിലേറ്റഡ് ആയി അവളൊരു സ്റ്റോറി ഇട്ടു. നിനക്കറിയാലോ മ്യൂസിക് എന്ന് വെച്ചാൽ എനിക്ക് ഭ്രാന്താണെന്ന്. അങ്ങനെ മെസ്സേജ് വെച്ച് നോക്കിയതാ. ആദ്യം അവൾക്കൊരു മടിയായിരുന്നു. പിന്നെ പിന്നെ അവൾക്ക് മാറി. ഞങ്ങൾ നല്ല കമ്പനി. പിന്നെ ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തു. അവൾ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. പിന്നെ അവളെ പറഞ്ഞു. അടിപൊളി ലവ് സ്റ്റോറി. അല്ല, നീ സ്ലേസിനെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യണില്ലേ? എന്റെ ഫ്രണ്ട്സ് പറഞ്ഞല്ലോ നിന്റെ ഫോളോവേഴ്സിൽ അവനില്ലാന്ന്. ഇല്ല, ഞങ്ങളെ ഫുള്ള് വാട്സപ്പായിരുന്നു. അല്ല, അപ്പൊ നിനക്ക് അറിയില്ലായിരുന്നു അത് കിച്ചന്റെ അനിയത്തിയാണെന്ന്? ഇല്ല, ഞാൻ അവൻ എന്നെ ബ്ലോക്ക് ആക്കിയിട്ടേക്ക. ഓ, അല്ല അപ്പോഴേ മറ്റേ അതിൽ തന്നെ നാത്തുന് വൾഗർ മെസ്സേജ് അയച്ചെന്ന് നീ കണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോഴും നിനക്ക് മനസ്സിലായില്ലേ അത് നാത്തുവാണെന്ന്? അത് സാൻഡി അവനെ ബ്ലോക്ക് ആക്കിയിട്ടേക്ക് വന്നല്ലോ. മെസ്സേജ് കണ്ടേലും എനിക്ക് പ്രൊഫൈൽ കാണാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ എന്നോട് അവള് അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല.
അവിടെ ഒരാളെ ശല്യം ചെയ്യുന്നുണ്ട്, അത് ചേട്ടനും ഫ്രണ്ട്സും ഡീൽ ചെയ്തെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അതിനെ കുറിച്ച് ചോദിച്ചെങ്കിലും അത് കഴിഞ്ഞല്ലേ വിട്ടേക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ അവളെ ഒരുപാട് ഫോഴ്സ് ചെയ്യാൻ നിന്നില്ല. നാത്തൂനെ പൊന്നു പോലെ നോക്കണേടാ. കിച്ചുവിനവളെന്ന് വെച്ച ജീവനാ. നീ വല്ലതും കഴിച്ചേർന്നോ? ഇല്ല, ഞാൻ നിന്നെ കഴിക്കാൻ വിളിക്കാൻ വന്നയാ. ആ വാ. നീ എങ്ങോട്ടാ? ഇവനിത് അമ്മ, ഞാൻ ചേട്ടാ വിളിക്കാം. വേണ്ട മോളെ, ആദ്യം വെച്ചാൽ നിന്നോടൊന്ന് സംസാരിക്കട്ടെ. എന്താ ചേ? നീ വാ. മോക്ക് അതർവിനെ ശരിക്കും ഇഷ്ടമാണോ? അതച്ചേ, ഞാൻ പറഞ്ഞല്ലേ. പക്ഷെ എന്തോ അച്ഛക്ക് എന്റെ കുഞ്ഞിയുടെ മുഖത്ത് സന്തോഷം കാണാൻ പറ്റണില്ല. അങ്ങനൊന്നും ഇല്ല ചേ. മോളെ, അച്ഛക്ക് മോളും അവനും ഒരുപോലെ തന്നെയാ. എന്റെ മക്കൾക്ക് സങ്കടം വരുന്നത് അച്ഛക്ക് കണ്ടു വെക്കാൻ പറ്റില്ല. എനിക്കറിയാം നിങ്ങളിപ്പം മെച്ചേർഡായി, വലിയ കുട്ടികളായി. പക്ഷെ അച്ഛക്കും അമ്മക്കും നിങ്ങൾ ഇപ്പോഴും കുഞ്ഞു പിള്ളേർ തന്നെയാ. നിങ്ങൾക്കൊരു മുറിവ് പറ്റുന്ന പോയി ഞങ്ങൾക്ക് സഹിക്കില്ല. നിങ്ങളുടെ കൂടെ എന്നും ഞങ്ങളുണ്ടാവും. ഒരിക്കലും ഒറ്റക്കാവുമെന്ന് എന്റെ മുന്നിൽ വിചാരിക്കുന്നു. എന്റെ പൊന്നു ഹരിയേട്ടാ, ഞാൻ ഹാപ്പിയാ. ഈ മാരേജിനോട് എനിക്ക് സമ്മതം തന്നെയാണേ. അതൊന്നും ആലോചിച്ച് ഈ വേൾഡ് വൈഡ് ഹാൻസം പേഴ്സണ് കളയല്ലേ പക്ഷേ. പിന്നെ ആകെയുള്ള പ്രശ്നം വാസുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടാ ആ ആന്റി എന്നുള്ളതാ. കല്യാണം കഴിഞ്ഞാലും അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചതാ. ഇനിയിപ്പോ അത് നടക്കൂല. അയ്യോ, ഇപ്പോഴൊരു സമാധാനായത്. വെറുതെ ഓരോന്നും ചിന്തിച്ചു കൂട്ടാതെ പോയി കല്യാണത്തിന് ഒരുക്കുന്നത് നോക്കും മനുഷ്യ. ഒന്നല്ല 2 കല്യാണമാ. ഉത്തരവ് മഹാറാണി. അച്ഛനും മക്കളും എല്ലാം കണക്കാം. അങ്ങനെ 2 കൂട്ടരുടെ പാരന്റ്സ് കാര്യങ്ങളൊക്കെ അങ്ങ് ഏകദേശം ഉറപ്പിച്ചു. അവരെല്ലാരും നല്ല ഹാപ്പിയാണ്. ഹരിയേട്ടന്റെ മോള് കുഞ്ഞല്ലേ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ വാസു പമ്പ് കിടത്തി. വാസുവിനും കവിക്കുമാണ് അവരുടെ മക്കള് സ്വന്തം ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ അടുത്ത് പോകുന്നതിന്റെ സന്തോഷം. ജയിക്കാണ് മക്കള് ഹാപ്പിയാണ്, പുള്ളിയും ഹാപ്പി. പിന്നെ ആദ്യം കിച്ചു, അവന്മാർക്ക് രണ്ടുപേർക്കും പരസ്പരം വിശ്വാസമില്ല. ആദ്യം ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് കിച്ചുവിന്റെ അഭിനയാണ് ഭാവിയോടുള്ള സ്നേഹമെന്ന. സോ അവനെ സംബന്ധിച്ച് കുഞ്ഞ് അവന്റെ ഗ്യാരണ്ടി കാർഡാണ്. ശ്രേയസിനുള്ള ഒരു വാണി. ഭാവയെ നോവിച്ച ഇവിടെ നിന്റെ അനിയത്തി ഉണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തല്. ശ്രേയസാണെ ആദ്യോട് ദേഷ്യം മാത്രമേ ഉള്ളൂ. അവൻ ആദ്യം വെച്ച ജീവനാ. പക്ഷെ സ്വന്തം അനിയത്തിയുടെ ജീവിതം ബലി കൊടുത്തിട്ട് സന്തോഷമായി അവന് എങ്ങനെ ജീവിക്കാൻ സാധിക്കും? കുഞ്ഞിയും ആദ്യവും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഇല്ലെന്ന് ആദ്യക്കാൾ നന്നായിട്ട് അവനറിയാം. പക്ഷെ എന്നിട്ടും കുഞ്ഞി ആദ്യയുടെ താഴത്തിൽ നിൽക്കുന്നു എന്നൊരു ദേഷ്യം അവനുണ്ട്. അതും പോരാന് കുഞ്ഞി അവനോട് ഹാർഷായി സംസാരിച്ചു. അതും ആദ്യയുടെ മുന്നിൽ വെച്ചുകൂടെ ആയപ്പോ ആശാന്റെ സങ്കടത്തിന്റെ ആവങ്ങ് കൂടി. ഇനി ഗേൾസിന്റെ കാര്യം പറയുവാണെ, ഒരാളെ ഹാപ്പി ആണെങ്കിൽ മറ്റേ സാഡാണ്. ആദ്യം അവളുടെ ലവ് ഓഫ് ലൈഫ് കിട്ടിയതിന്റെ സന്തോഷം നന്നായുണ്ട്. ഒരു സമയത്ത് അവൾ നന്നായി അതിനെ കുറിച്ചോട്ട് വിഷമിച്ചിരുന്നു. ഇപ്പൊ ഒക്കെ ഇരട്ടി മതിലാണ് കിട്ടിയേക്കുന്നത്. അവളുടെ ഏട്ടന്താ കിച്ചുവിന്റെ അനിയത്തെ കെട്ടാൻ പോകും. പിന്നെ ഹാപ്പി ആയിട്ടിരിക്കോ അല്ലെ? ഇതേ സമയം കുഞ്ഞാണ് മധുരിച്ചിട്ട് ഇറക്കാനും വയ്യ, കഴിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊരവസ്ഥയില. അവർക്ക് ആദ്യം കണ്ട് പരിചയം പോലും ഇല്ല. നമുക്കറിയാത്ത ഒരാളുടെ കൂടെ ജീവിക്കുക എന്നൊക്കെ പറയുന്നത് എത്ര ഡിഫിക്കൽട്ട് ആവൂലേ? പക്ഷെ ഇതിനവള് നിന്നില്ലേ. ആദ്യം വേറെ എന്തെങ്കിലും ഒപ്പിക്കുന്നത് നമുക്ക് നന്നായിട്ടറിയാം. അവളുടെ ചേട്ടായാണ് ആദ്യം ഇല്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. സോ ചുരുക്കത്തിൽ അവർക്ക് വേറെ വഴിയില്ല. കുഞ്ഞി എല്ലാം ഫെയ്റ്റിന് വിട്ടുകൊടുത്തേക്കോളും. എല്ലാം വരെ പോലെ വരട്ടെ എന്നാണ് അവളുടെ ഒരു മൈൻഡ്.